ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേജറിംഗ് എഗ്രിമെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. വേജർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബെറ്റ് എന്നുള്ളതാണ്. സോ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കണ്ടീഷന്റെ പുറത്ത് ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു അൺസർട്ടൻ ഇവന്റ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കും. ആൻഡ് അതുപോലെ ഈ അൺസർട്ടൻ ഇവന്റ് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടിക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. സോ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നുകൂടി പറയാണ്, രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാണ്. ആൻഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരൊരു കണ്ടീഷനും വെക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഇവന്റ്, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു അൺസർട്ടൈൻ ഇവന്റ്, അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് പൈസ കൊടുക്കും. നേരെ മറിച്ച് ആ ഇവന്റ് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടിക്ക് പൈസ കൊടുക്കും. ഇങ്ങനെയുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടീസിനും ഇവിടെ തോൽക്കാനും ജയിക്കാനും ഉള്ള ചാൻസ് ഒരുപോലെ ആയിരിക്കും. അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസിനും ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ജയിക്കാനുള്ള ചാൻസും രണ്ട് പാർട്ടീസിനും ഒരുപോലെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ രണ്ട് പാർട്ടീസിനും ഒരു മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, അൺസർട്ടൈൻ ഇവന്റ് ആണ്, എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. രണ്ടുപേർക്കും ഉള്ള ആകെ ഒരു അറിവ് എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ജയിക്കാനും അതുപോലെ തന്നെ തോൽക്കാനും ഒരേപോലെ ചാൻസ് ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. വേജറിംഗ് എഗ്രിമെന്റിന് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. A teacher and student agree with each other that if the student clears his judiciary exam, the teacher will pay rupees 10,000 to the student. And if he is unable to do so, the student will pay the teacher rupees 5,000. ഒരു അധ്യാപികയും അതുപോലെ തന്നെ ഒരു കുട്ടിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. അതായത് കുട്ടി ജുഡീഷ്യറി എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അധ്യാപിക കുട്ടിക്ക് 10,000 രൂപ കൊടുക്കാം. നേരെ മറിച്ച് കുട്ടി എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അധ്യാപികയ്ക്കാണ് 5,000 രൂപ കൊടുക്കുന്നത്. ഇവിടെ ജുഡീഷ്യറി എക്സാം ക്ലിയർ ചെയ്യോ ചെയ്യില്ലേ എന്നുള്ളത് ഒരു അൺസർട്ടൈൻ ഇവന്റ് ആണ്. സോ ഈ കണ്ടീഷൻ വെച്ചിട്ട് അവർ തമ്മിൽ എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേജറിംഗ് എഗ്രിമെന്റ്. ഇനി നമുക്ക് വേജറിംഗ് എഗ്രിമെന്റ്സിന്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ സെക്ഷൻ 30 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വേജറിംഗ് എഗ്രിമെന്റ്സിനെ നമുക്ക് ഒരു കാരണവശാലും എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേജറിംഗ് എഗ്രിമെന്റ്സിനെ ഓൾറെഡി ഒരു വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ വേജറിംഗ് എഗ്രിമെന്റ് വഴി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോസോ അല്ലെങ്കിൽ ഡാമേജസോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അതിനുള്ള റെമഡി ലോ വഴി ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നേരത്തെ ഇല്ലുസ്ട്രേഷൻ തന്നെ എടുക്കാം. സപ്പോസ് കുട്ടി ജുഡീഷ്യറി എക്സാം ക്ലിയർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. എഗ്രിമെന്റ് പ്രകാരം എന്താണ്, ടീച്ചർ കുട്ടിക്ക് 10,000 രൂപ കൊടുക്കേണ്ടതാണ്. പക്ഷെ ടീച്ചർ ക്ലിയർ ചെയ്ത സമയത്ത് പറയാണ് ഞാനത് കൊടുക്കില്ല എന്നുള്ളത്. കുട്ടിക്ക് ഒരിക്കലും അത് കോടതിയെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ആ ഒരു പൈസ തിരിച്ച് നേടിയെടുക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്, ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് വേജറിംഗ് എഗ്രിമെന്റ് ആണ്. സോ സെക്ഷൻ 30 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് വോയിഡ് എഗ്രിമെന്റ് ആണ്. Though all wagering agreements are void and unenforceable by law, yet in a wagering agreement it is important to determine if such an agreement is unlawful under section 23 of Indian Contract Act in order to test its legality. സോ ഒരു വേജറിംഗ് എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു അത് വോയിഡ് ആണ്, ഒരിക്കലും നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയും ഇല്ല എന്നുള്ളത്. ബട്ട് ഒരു വേജറിംഗ് എഗ്രിമെന്റിന്റെ ലീഗാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ 23 പ്രകാരം ആ വേജറിംഗ് എഗ്രിമെന്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അൺലോഫുൾ ആണോ അല്ലയോ എന്നുള്ളതും കൂടി ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു
ഇന്റർപ്രിട്ടേഷൻ ഒരു കേസ് ലോന്റെ ഒരു ജഡ്ജ്മെന്റ് വഴി വന്നിട്ടുള്ള കാര്യമായിരുന്നു. ഖേരുലാൽ പരഖ് വേഴ്സസ് മഹാദിയോദാസ് മയ്യ എന്നുള്ള കേസിലൂടെ ആയിരുന്നു ഇങ്ങനൊരു ഇന്റർപ്രിട്ടേഷൻ നിലവിൽ വന്നിട്ട് ഉണ്ടായിരുന്നത്. അതായത് ഓൾറെഡി വേജറിംഗ് എഗ്രിമെന്റ്സ് വോയിഡ് ആണ്, അൺഎൻഫോഴ്സിബിളും ആണ്. നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല വേജറിംഗ് എഗ്രിമെന്റ്. ബട്ട് എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ആ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അൺലോഫുൾ കൂടെ ആണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് സെക്ഷൻ 23 പ്രകാരം ആ വേജറിംഗ് എഗ്രിമെന്റ് അൺലോഫുൾ കൂടെ ആണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് വേജറിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഡിപ്പെൻഡന്റ് ഓൺ ആൻ അൺസർട്ടൈൻ ഇവന്റ്. ഒരു പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് ആയിരിക്കണം ഈ എഗ്രിമെന്റിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതായത് ഒരു എഗ്രിമെന്റിനെ നമ്മൾ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ ഉള്ളിലെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഒരു അൺസർട്ടൈൻ ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം. അതായത് നാളെ മഴ പെയ്ത് കളക്ടർ അവധി പ്രഖ്യാപിക്കുമോ അതല്ലെങ്കിൽ പ്രഖ്യാപിക്കില്ലേ, ഇത് നമുക്ക് ഇന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നാളെ മഴ പെയ്താൽ തന്നെയാണ് നാളെ മഴ കാരണം കളക്ടർ അവധി തരുമോ ഇല്ലയോ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. സോ വേജറിംഗ് എഗ്രിമെന്റിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു അൺസർട്ടൈൻ ഇവന്റ് ആയിരിക്കണം. രണ്ടാമതായിട്ട് ദർ ഇസ് എ മ്യൂച്വൽ ചാൻസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു എഗ്രിമെന്റിനെ നമ്മൾ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസിനും ഒരേപോലെ വിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരേപോലെ ലോസ് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതായത് ഒരാൾക്ക് അറിയാം ഇവൻ ഞാൻ പറയണത് തന്നെയാണ് ശരിയാവാൻ പോണത്, അങ്ങനെയുള്ളൊരു എഗ്രിമെന്റിനെ നമുക്ക് ഒരു വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതായത് ഒരു അൺസർട്ടൈൻ ഇവന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഞാൻ തോൽക്കാനും ഞാൻ ജയിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വിചാരമായിരിക്കണം രണ്ട് പാർട്ടീസിനും ഉണ്ടാവാൻ പാടുകയുള്ളൂ. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ആരാ ജയിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു എഗ്രിമെന്റിനെ നമുക്കൊരു വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയുകയില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതിൽ ഒരാൾ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പ്രൈസ് ആർക്കാ കിട്ടുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിന്റെ മുകളിൽ, അതായത് ആ ഒരു സബ്ജക്ട് മാറ്ററിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വേജറിംഗ് എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഇനി നമുക്ക് അടുത്ത എസെൻഷ്യൽ നോക്കാം. Neither of the parties must have control over the event. എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസിനും ആ അൺസർട്ടൈൻ ഇവന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയരുത്. അതായത് രണ്ട് പേഴ്സൺസിനും ആ പാർട്ടീസിന് രണ്ടുപേർക്കും ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിന്റെ മുകളിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടാവാൻ പാടില്ല. നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനും ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണും ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ബി അയാളുടെ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിക്ക് 5000 രൂപ കൊടുക്കും. നേരെ മറിച്ച് ബി രാജിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി എനിക്കാണ് പൈസ തരേണ്ടത് എന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ അൺസർട്ടൈൻ ഇവന്റിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇരിക്കുന്നത് ബി എന്നുള്ള വ്യക്തിയുടെ കയ്യിലാണ്. അതായത് അയാൾ രാജിവെക്കണോ അയാൾ രാജിവെക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ കയ്യിലാണ്, അതായത് ബിയുടെ കയ്യിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എഗ്രിമെന്റിനെ വേജറിംഗ് എഗ്രിമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അടുത്ത എസെൻഷ്യൽ എന്ന് പറയുന്നത് മസ്റ്റ് ഹാവ് നോ അതർ ഇൻട്രസ്റ്റ് ദാൻ സ്റ്റേക്ക് എന്നുള്ളതാണ്. അതായത് ഈ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടികൾക്കും ഉണ്ടാവേണ്ട ഒരേ ഒരു താല്പര്യം എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിൽ ഇരിക്കുന്ന ആ വിജയമോ അതല്ലെങ്കിൽ തോൽവിയോ ആയിരിക്കണം. അതിന്റെ അപ്പുറത്തോട്ട് യാതൊരുവിധ ഇൻട്രസ്റ്റും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അവിടെ അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇനി നമുക്ക് എക്സെപ്ഷൻസ് ടു വേജേഴ്സ് നോക്കാം. ആദ്യമായിട്ട് ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ നമുക്ക് ഒരിക്കലും ഒരു വേജറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇൻഷുറൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ കാർ ഇൻഷുർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ കാറിന്റെ മുകളിൽ അയാൾക്ക് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ഭാവിയിൽ ആ കാറ് തട്ടിമുട്ടി അയാൾക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് ആ വസ്തുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇൻഷുറൻസ് കോൺട്രാക്ട് എടുക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു വേജറിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കണ്ടീഷണൽ കോൺട്രാക്ട് ആണ്. അതായത് ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചിട്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഈ വേജറിംഗ് എഗ്രിമെന്റ് എന്നൊക്കെ വിളിക്കുന്നത്. അവിടെ രണ്ട് പാർട്ടീസിനും ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഇൻട്രസ്റ്റിന്റെ മുകളിൽ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഇൻസിഡന്റിന്റെ മുകളിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. നാളെ മഴ പെയ്യുമോ മഴ പെയ്യില്ലേ എന്നുള്ളതിന്റെ മുകളിൽ, ആ മഴ എന്നുള്ള സംഭവത്തിന്റെ മുകളിൽ ഈ രണ്ട് പാർട്ടീസിനും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ വേജറിംഗ് എഗ്രിമെന്റും രണ്ടാണ്. നമുക്ക് ഒരിക്കലും ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ ഒരു വേജറിംഗ് എഗ്രിമെന്റിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം ഒരു വേജറിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നതുകൊണ്ട് അവര് മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്ന് നമുക്ക് പണം നേടിയെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് തോൽവി വരും, അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും. നേരെ മറിച്ച് ഇൻഷുറൻസ് കോൺട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കോൺട്രാക്ട് നമുക്ക് വേജർ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. അടുത്ത എക്സെപ്ഷൻ എന്ന് പറയുന്നത് സ്കിൽ കോമ്പറ്റീഷൻ ആണ്. അതായത് ഒരു വ്യക്തിയുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഒരു പെർട്ടിക്കുലർ ഇവന്റ് വിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേജർ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ചാൻസ് കൊണ്ടോ അല്ലെങ്കിൽ ലക്ക് കൊണ്ടോ അല്ല അയാൾ ജയിച്ചിട്ടുള്ളത്. നേരെ മറിച്ചിട്ട് അയാളുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് അയാൾ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ജയിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. സോ അതിൻ്റെ ഒരു മത്സരം വെച്ചിട്ട് ഒരു വ്യക്തി അതിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേജർ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് സ്കിൽ കോമ്പറ്റീഷൻ ആണ്. അയാൾ അങ്ങനെ ഒരു ഇവന്റ് ജയിച്ചു കഴിഞ്ഞു വെച്ചാൽ അതിന് നമുക്കൊരു വേജർ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. സ്കിൽ കോമ്പറ്റീഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വേജർ. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് വേർഡ് പസിൽ, സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സെട്ര. അതായത് സ്കിൽ കോമ്പറ്റീഷന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പസിൽസ് ശരിയാക്കുക, സ്പോർട്സ് കോമ്പറ്റീഷൻ, ഇതൊക്കെ സ്കിൽ കോമ്പറ്റീഷന്റെ അണ്ടറിൽ വരുന്നതാണ്. നേരെ മറിച്ച് ഒരു വ്യക്തി ലക്ക് കൊണ്ട് അതല്ലെങ്കിൽ ചാൻസ് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഇവന്റ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേജർ തന്നെയാണ്. ബട്ട് നമുക്ക് ലോട്ടറി എന്നുള്ള ഒരു കാര്യം കണക്കിലെടുക്കാം. ലോട്ടറി എടുക്കുന്നത് ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല, നേരെ മറിച്ച് അതൊരു ചാൻസിന്റെ പുറത്ത് ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണ്. സോ ലോട്ടറി വേജറിന്റെ അണ്ടറിൽ വരും. ബട്ട് സ്കിൽ കോമ്പറ്റീഷനെ നമുക്ക് വേജർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. മോർ വേഴ്സസ് എൽഫിക് എന്നുള്ള കേസിലുള്ള ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗെയിമിൽ അതല്ലെങ്കിൽ ഒരു ഇവന്റില് സ്കില്ലാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്ലേ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ സ്കില്ലാണ് പ്ലേ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു റിസൾട്ടിനെ നമുക്ക് ഒരിക്കലും വേജറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതായത് ഒരു ഇവന്റ് നടക്കുകയാണ്, അവിടെ ഒരു വ്യക്തിയുടെ സ്കില്ലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരവിടെ വിജയികളെ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് വേജറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു സ്കിൽ എന്നുള്ള മെറിറ്റില് വിജയിയെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഇവന്റിനെ നമുക്ക് ലോട്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് അതിന് വേജർ ആണ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കുന്നത് ഹോഴ്സ് റേസിംഗ് കോമ്പറ്റീഷൻ ആണ്. അതായത് കുതിരപ്പന്തയം ഒക്കെ വെക്കില്ലേ, അത്. അതായത് ചില സ്റ്റേറ്റ് ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുതിരപ്പന്തയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുതിരപ്പന്തയത്തിന്റെ റിവാർഡിലോട്ട് 500 രൂപയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ അൺലോഫുൾ എന്ന് വിളിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. KR ലക്ഷ്മൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്നുള്ള കേസിൽ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ഹോഴ്സ് റേസിംഗ് വാസ് എ ഗെയിം ഓഫ് സ്കിൽ. സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുതിരപ്പന്തയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്. പ്ലേയിങ് ഫോർ സ്റ്റേക്സ് ഇൻ എ ഗെയിം ഓഫ് സ്കിൽ വാസ് നോട്ട് ഇല്ലീഗൽ. അതായത് സ്കിൽ ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമിലെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്നത് ഒരിക്കലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഇവിടെ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ കുതിരപ്പന്തയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ അതുകൊണ്ട് തന്നെ
അങ്ങനെ ഒരു ഗെയിമിൽ ഒരു പെർട്ടിക്കുലർ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇല്ലീഗലായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആണ്. The purchase and sale of stocks with a mere intention to give and take delivery of share does not amount to a wager. ഒരു വ്യക്തി തന്റെ ഷെയർ വിൽക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് വാങ്ങാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അയാളുടെ കയ്യിലുള്ള ഷെയർ വിറ്റ് പോവുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ഇങ്ങനെ വരുന്ന ഷെയർ ട്രാൻസാക്ഷൻ ഒരിക്കലും വേജർ അല്ല. ബട്ട് നേരെ മറിച്ചിട്ട് ഷെയർ മാർക്കറ്റിന്റെ പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, അതായത് അയാൾക്ക് ഷെയർ മാർക്കറ്റിലെ പ്രൈസ് ഒതുക്കുക, അതല്ലെങ്കിൽ അയാൾ വിചാരിക്കുന്ന രീതിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അയാൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേജറാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.